സ്നേഹമുള്ളവരെ, ആരാണ് തങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അത് പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത്? അതും അപ്രതീക്ഷിതമായിട്ട് ഈ ജോലിയിൽ വലിയ ഒരു വിജയം കൈവരിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ. സാധാരണ മനുഷ്യർ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്ന പല മനുഷ്യരുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് രണ്ട് കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ഇവർ ചെയ്തിരുന്ന ജോലിയിൽ ഇവർ സംതൃപ്തർ ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ അവർ പുതിയ നല്ലത് എന്തെങ്കിലുമൊക്കെ തേടിപ്പോകുന്നവരായിരിക്കും. കൂടുതൽ വരുമാനവും കൂടുതൽ ലാഭവുമൊക്കെ നേടാൻ പറ്റുന്ന മേഖലകൾ, അല്ലെങ്കിൽ കുറച്ച് അധ്വാനം വേണ്ടിവരുന്ന മേഖലകൾ, അങ്ങനെ പല പല കാരണങ്ങളാകാം. പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ പത്രോസിൻ്റെ വഞ്ചി നിറയെ മീനുകളാണ്. ചിലപ്പോൾ അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്ര അധികം മീനുകളെ പിടിക്കുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ അവിടെ വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അയാൾക്ക് യാതൊരു മടിയും ഇല്ല. അയാൾ അനുഭവിച്ച ആ ക്രിസ്തുവിൻ്റെ തീവ്രമായിട്ടുള്ള അനുഭവം, സാന്നിധ്യം, അതായിരിക്കണം പത്രോസിനെ അങ്ങനെ ആ വഴിയിലേക്ക് പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവിടെ ആ വഞ്ചിയിൽ നിറയെ പിടയ്ക്കുന്ന മീനുകളല്ല അയാളെ അത്ഭുതപ്പെടുത്തിയത്. അത് ഒരു ഒറ്റപ്പെട്ട കാര്യമായിട്ട് ചിലപ്പോൾ അയാൾ മനസ്സിലാക്കിയിരിക്കണം. അത് അയാളെ അന്ധനാക്കിയില്ല. മറിച്ച് താൻ അർഹിക്കുന്നതിലും കൂടുതൽ തനിക്ക് നൽകിയ ദൈവത്തെ, ആ ദൈവിക സാന്നിധ്യത്തെ അത് മനസ്സിലാക്കുകയും പത്രോസ് യേശുവിനെ അനുഗമിക്കുകയുമാണ്. വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നത്. കാരണം അയാൾക്ക് മനസ്സിലായി, താൻ പിടിച്ച അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ഈ മീനുകളുടെ ഈ അത്ഭുതത്തിൻ്റെ കാരണക്കാരൻ അത് യേശുവാണ്, യേശുവിൻ്റെ സാന്നിധ്യമാണ്. അത് മനസ്സിലാക്കുന്നതാണ് പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം. അവൻ തിരിച്ചറിയുന്നു, തൻ്റെ ഈ കുറവുകളുള്ള ജീവിതത്തെ നിറവുള്ളതാക്കുവാനായിട്ട് യേശുവിന് സാധിക്കും. കുറവ് എന്താണെന്ന് അയാൾ തന്നെ ഏറ്റുപറയുന്നുണ്ട്. കർത്താവേ, അങ്ങ് എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. അതാണ് പത്രോസിൻ്റെ പ്രഖ്യാപനം, പത്രോസിൻ്റെ തിരിച്ചറിവ്. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ അയാൾ കേൾക്കുകയാണ്. അവനെ ശക്തിപ്പെടുത്തുന്ന, അവനിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുന്ന, അവനിൽ നിന്നും കൂടുതൽ എന്തൊക്കെ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ. പല മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടാറുണ്ട്. കഠിനാധ്വാനം കൊണ്ട് അവർ നേടിയെടുത്ത വിജയങ്ങൾ ഇങ്ങനെ നിറഞ്ഞ വല പോലെ അവരുടെ മുമ്പിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റു ചിലർ അവർ എത്തിച്ചേർന്ന വിജയത്തിൽ നിന്നും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടി പോകുന്നവരാണ്. പത്രോസ് ഇങ്ങനെ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട മനുഷ്യരെ പോലെയാണ്, പുതിയ ദൈവാനുഭവങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കീറാറായ വല അയാൾക്കിനി ആവശ്യമില്ല. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സ്നേഹവുമാണ് അയാളുടെ പുതിയ വല. ഈ സ്നേഹത്തിൻ്റെ വല കൊണ്ട് അയാൾ ഒത്തിരി അനേകായിരങ്ങളെ നേടും. മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്നത് അതുതന്നെയാണ്. അവൻ്റെ വിശ്വാസവും അവൻ്റെ പുതിയ വഴിയുമാണ് പത്രോസിൻ്റെയും കൂട്ടുകാരുടെയും പുതിയ നെറ്റ്വർക്ക്, പുതിയ വലക്കണ്ണികൾ. ഉപയോഗിച്ച് പഴകിയ ആ വഞ്ചിയും അയാൾക്കിനി ആവശ്യമില്ല. കാരണം ക്രിസ്തു അയാളെ ഒരു പുതിയ ആത്മീയതയുടെ മഹാനൗകയിലേക്ക്, ആ അനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ യേശു ഇയാളെ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കും. ഈ വലിയ നൗകയെ, സഭയാകുന്ന നൗകയെ നയിക്കുവാനായിട്ട്
അയാളെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യും. അതെ സ്നേഹമുള്ളവരെ, തൻ്റെ ചെറിയ വഞ്ചിയും ഈ പഴകിയ വലയും ഉപേക്ഷിച്ചു പോയ മനുഷ്യന് ദൈവം നൽകുന്ന പുതിയ അനുഭവമാണ്. അയാളുടെ അസാമാന്യ ധൈര്യത്തിന് ദൈവം നൽകുന്ന സമ്മാനമാണ് ഇത്. പത്രോസ് ഇന്ന് നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പഴകിയ കീറിപ്പോകാറായ വലയുമായിട്ട്, പഴകിയ വഞ്ചിയുമായിട്ടാണ് സഞ്ചാരം. ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട്, ധൈര്യപൂർവ്വം ഉപേക്ഷിക്കുവാനായിട്ട് പത്രോസിനെ പോലെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മോടൊപ്പമുള്ള ദൈവത്തെ അനുഭവിക്കുവാനായിട്ട്, നമ്മെ കരുതുന്ന ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ പത്രോസിനെ പോലെ പുതിയ ക്രിസ്തു അനുഭവത്തിലേക്ക്, ദൈവ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.